അഭിയും കൂട്ടുകാരും ക്ലാസ്സിലിരിക്കുകയാണ്. അഭി, ആരോ തന്നെ വിളിക്കുന്നത് പോലെ തോന്നിയ അഭി തിരിഞ്ഞു നോക്കി. അത് പ്രദീപ് സാറായിരുന്നു. കോളേജിലെ ഏവരുടെയും പ്രിയപ്പെട്ടവനാണ് പ്രദീപ് സാർ. സാറിനെ കണ്ട ഉടനെ അഭി അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അഭി, കോളേജ് ഫെസ്റ്റിവൽ അടുക്കാറായി. നിങ്ങളിതുവരെ റിഹേഴ്സലൊന്നും തുടങ്ങിയില്ലേ? ഇല്ല സാർ, നമ്മുടെ രഞ്ജിത്തിന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനാണ്. പിയാനോ വായിക്കാൻ ഒരാൾ വേണ്ടേ? ഓ അതെയോ, അപ്പോൾ എന്താ ചെയ്യുക? സാറ് വിചാരിച്ച ഒരാളെ ചേർക്കാം. അഭിയുടെ മനസ്സിൽ അവന്തികയെ തങ്ങളുടെ മ്യൂസിക് ഗ്രൂപ്പിൽ ചേർക്കണമെന്ന മോഹമുണ്ടായിരുന്നു. പക്ഷേ അവനുള്ളതുകൊണ്ട് അവൾ ചേരില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. വീണ് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ ആരെ കൊണ്ടുവരാനാ? സാർ, സെക്കൻഡ് ഇയറിലെ അവന്തിക, അവൾ പിയാനോയിസ്റ്റാ. സാറിനറിയാലോ ആ കുട്ടിയെ? അദ്ദേഹം ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ആ ശരിയാ, എനിക്കറിയാം. എങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് പോയെന്ന് സംസാരിക്കേ. അയ്യോ, അത് പറ്റില്ല. ഈയൊരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഞങ്ങൾ വിളിച്ച ആ കുട്ടി വരില്ല സാർ. സാറ് പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി വന്നേക്കും. അവരുടെ സംസാരം മനുവും വൈശാഖും കേട്ടിരുന്നു. അവർക്ക് അഭയുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് തന്നെ ചിരി അടക്കാൻ സാധിച്ചിരുന്നില്ല. അവർ പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. പ്രദീപ് സാർ അവരെ നോക്കി. അല്ല, നിങ്ങൾ എന്തിനാടാ ചിരിക്കുന്നേ? എന്തു പറ്റി? മനുവും വൈശാഖും ചിരി അടക്കി പിടിച്ചു. അവർ സാറിൻ്റെ അരികിലെത്തി. ഒന്നുമില്ല സാർ, ചുമ്മാ. അല്ല, നിങ്ങളെന്താ ഇവിടെ വലിയ ഡിസ്കഷനിലാണല്ലോ? മനു ചുണ്ടിലൊരു ചിരിയുമായി അഭിയെ നോക്കി. ഞങ്ങളിവിടെ അവന്തികയെ ഇവരുടെ ഗ്രൂപ്പിൽ ചേർക്കുന്ന കാര്യം പറയുകയായിരുന്നു. പക്ഷേ ആ കുട്ടിയോട് വരാൻ പറയാൻ ഇവർക്കൊരു മടി. അവൾ വന്നില്ലെങ്കിലോ എന്ന്. അതുകൊണ്ട് ഞാൻ അവന്തികയോട് പറയണമെന്നാണ് അഭി പറയുന്നേ. പ്രദീപ് സാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഭി ചമ്മിയ മുഖവുമായി മനുവിനെയും വൈശാഖിനെയും നോക്കി. ഓ അതാണോ? സാർ, വെറുതെ അവളോട് പോയി സംസാരിക്കണ്ട, അവൾ വരില്ല. മനു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് സാറ് തിരക്കി. ഇവൻ്റെ കയ്യിലിരിപ്പ് കാരണം. വൈശാഖ് അഭിയെ ചൂണ്ടി പറഞ്ഞു. അഭിയോ? അതിന് ഇവനെന്ത് ചെയ്തു? പ്രദീപ് സാർ സംശയത്തോട് ചോദിച്ചു. സാറിനോടൊന്നും പറയരുത് എന്ന ഭാവത്തിൽ അഭി അവൻ്റെ കണ്ണുകൾ കൊണ്ട് ഓരോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ വൈശാഖ് സാറിനോട് പറഞ്ഞു. എൻ്റെ പൊന്ന് സാറേ, അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മവെക്കാൻ പോയ ഇവൻ്റെ ഗ്രൂപ്പിൽ അവൾ വരുമോ? ഒരു നിമിഷം മനുവും അഭിയും ഞെട്ടിത്തെറിച്ചു നിന്നു. അഭിയെ ചെറുതായി കളിയാക്കണമെന്ന ഉദ്ദേശമേ മനുവിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വൈശാഖ് എല്ലാം സാറിനോട് തുറന്നു പറയുമെന്ന് മനുവും കരുതിയിരുന്നില്ല. അഭി കണ്ണും തള്ളി വൈശാഖിനെ നോക്കി നിന്നു. പ്രദീപ് സാർ ഒരു അന്താളിപ്പോടെ അഭിയെ നോക്കി. അഭി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഇതൊക്കെ എപ്പോ? സാർ, അതങ്ങനെയല്ല. ശരിക്കും എന്താണെന്ന് ഞാൻ പറയാം. അഭി സാറിനോട് തൻ്റെ ഭാഗം പറയാൻ തുടങ്ങവേ വൈശാഖ് അതിന് സമ്മതിച്ചിരുന്നില്ല. നീ പറയാനൊന്നുമില്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇവൻ. വൈശാഖിനെ പറയാൻ അനുവദിക്കാതെ മനു അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. സാർ, ഇവൻ അവളെ ഇഷ്ടമാ, അതവൻ തുറന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇവൻ കുറച്ച് ഓവറായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ സാർ, ഞാനല്ലാതെ ഇവൻ പറയുന്നത് പോലെ ഒന്നുമില്ല. അഭി കിട്ടിയ അവസരത്തിൽ മനുവിനൊപ്പം ചേർന്ന് വൈശാഖിൻ്റെ വയറിനിട്ടൊരു ഇടി കൊടുത്തു. എന്നാൽ സാറിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പെരുമാറ്റത്തിൽ അയാൾക്ക് സംശയം തോന്നി. മനു, നീ ആദ്യം വൈശാഖിനെ വിട്ടേ. അവനെന്താ പറയാനുള്ളതെന്ന് ഞാൻ നോക്കട്ടെ. കിട്ടിയ അവസരത്തിൽ വൈശാഖ് മനുവിൻ്റെ കൈകൾ തട്ടിമാറ്റി. അഭിയും മനുവും അവനെ രൂക്ഷമായി നോക്കി നിന്നു. അയ്യോ, ഇന്നിവന്മാരെൻ്റെ കഥ കഴിക്കും, അതുറപ്പാ. സാറേ ഉള്ളൂ ഇനി ഒരു രക്ഷ. വൈശാഖ് മനസ്സിലോർത്തു. സാറിനെ തൻ്റെ മറയായി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. സാർ, അവനൊരു അബദ്ധം പറ്റിയതാ. മനു പറഞ്ഞത് ശരിയാ. അഭിക്ക് അവന്തികയെ ഇഷ്ടമാ. അവനത് അവളോട് പറഞ്ഞു. പക്ഷേ ഇച്ചിരി അതിര് കടന്നുപോയി, അത്രേ ഉള്ളൂ. വൈശാഖിനെ കയ്യിൽ കിട്ടിയാൽ വലിച്ചു കീറാൻ തക്കവണ്ണം ദേഷ്യത്തിൽ ഉറ്റുനോക്കുന്ന അഭിയെ പ്രദീപ് സാർ ഒന്ന് നോക്കി. മനുവിൻ്റെ ഭാവവും അതുതന്നെ. നിങ്ങളിവനെ നോക്കി ദഹിപ്പിക്കണ്ട. അവൻ സത്യമാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ അഭിയും മനുവും അവനിൽ നിന്നും ദൃഷ്ടി മാറ്റി. സർ, ഞാൻ. മതി, എനിക്കെല്ലാം മനസ്സിലായി. അഭി,
നിന്റെ ഉദ്ദേശം എന്താ? ഇത് സീരിയസ് ആണോ അതോ കോളേജ് ലൈഫിലെ ഒരു ടൈം പാസോ? നോ, സാറിനറിയില്ലേ എന്നെ? ഇന്നേ വരെ എനിക്കൊരു പെൺകുട്ടിയോടും ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. ആരോടും മോശമായി പെരുമാറിയിട്ടുമില്ല. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. തെറ്റാണെന്ന് എനിക്കറിയാം. അതിന് ഞാൻ സോറിയും പറഞ്ഞു. അവളോടുള്ള പ്രണയം എനിക്ക് വെറും ഒരു ടൈം പാസ് അല്ല സാർ. സാർ ഒന്ന് ചിരിച്ചു. അവൻ്റെ അരികിൽ വന്ന് അവനെ ഒന്ന് പുണർന്നു. അഭി, പ്രണയമൊക്കെ നല്ലതാ. പക്ഷേ പഠനത്തിലും കലയിലും നിങ്ങൾ ഒരുപോലും എടുക്കരാ. ഒരിക്കലും അതിന്മേലൊരു കറ വരരുത്. അഭിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതെനിക്കറിയാം സാർ. പ്രദീപ് സാർ അവനെ ചേർത്ത് നിർത്തി തോളിലൊന്ന് തട്ടി. സാർ, ഫെസ്റ്റിവലിൽ പിയാനോ വായിക്കുന്ന കാര്യം അവളോടൊന്ന് സംസാരിക്കുമോ? അഭി പ്രതീക്ഷയോട് ചോദിച്ചു. ആ, ഞാൻ സംസാരിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് ഈ അവർ ക്ലാസ്സില്ലേ? അഞ്ജലി മിസ്സിൻ്റെ അവറാ. പക്ഷേ മിസ്സിന്ന് ലീവല്ലേ? ഓ, അത് ശരിയാ. അഭി, തൻ്റെ കയ്യിൽ ബൈക്കില്ലേ? നമുക്കൊരിടം വരെ പോകണം. ആ സൗണ്ട്സ് ആൻഡ് ഡെക്കറേഷൻകാർ ഓഫീസിൽ നിന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വിമൽ സാറിനാണ് ഇതിൻ്റെ ഡ്യൂട്ടി. പുള്ളിക്കൊരു അസൗകര്യം. എന്നോടൊന്ന് പോകാമോ എന്ന് ചോദിച്ചു. എന്താ, നിനക്ക് വരാൻ പറ്റുമോ? അതിനെന്താ, നമുക്ക് പോകാമല്ലോ സർ. ഓക്കെ, ഞാൻ പ്രിൻസിപ്പലിനോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. പ്രദീപ് സാർ പോകുന്നത് വഴി അഭിയും മനുവും നോക്കി നിന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചതിന് ശേഷം വൈശാഖിൻ്റെ കഴുത്തിലും കയ്യിലും പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് വെച്ചു. അവന് ഒന്നനങ്ങാൻ കഴിഞ്ഞില്ല. ഡാ പട്ടി, നീ എന്തിനാടാ സാറിനോട് ഇതൊക്കെ പറഞ്ഞത്? ഡാ വിടടാ അഭി, ഞാൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതുകൊണ്ട് സാറ് നിനക്ക് സപ്പോർട്ട് നിന്നില്ലേ? ഡാ, ഞാൻ ചത്തുപോകും, വിടടാ. ഒന്നാലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് അവർക്ക് തോന്നി. അവർ മെല്ലെ വൈശാഖിൽ നിന്നും കൈ പിൻവലിച്ചു. വൈശാഖ് ചുമച്ചുകൊണ്ട് കഴുത്തൊന്ന് തിരുമ്മി അടുത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു. എന്നെ ഇപ്പൊ കൊന്നേനേലോടെ തെണ്ടികളെ. മിണ്ടരുത് നീ. കൊന്നേനെ. പക്ഷെ സാറത് സീരിയസ് ആയി എടുക്കാത്തതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടതാ. ഇനി മേലാൽ ആരോടെങ്കിലും പോയി ഇതുപോലെ വിളമ്പാൻ നിന്നാ ഇപ്പം കിട്ടിയ ഇളവ് ഇനി കിട്ടില്ല. മനസ്സിലായടാ? അഭി വൈശാഖിനെ ഒന്ന് താക്കീത് ചെയ്തു. അതെ, കയ്യും കാലും തല്ലിയൊടിച്ചിടും, കേട്ടടാ? മനു വൈശാഖിൻ്റെ തോളിൽ ഒന്ന് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഒരബദ്ധം പറ്റി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പ്. വൈശാഖ് ഒന്നിളിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. അപ്പോഴേക്കും സാർ വന്നിരുന്നു. അവർ രണ്ടുപേരും കോളേജിൽ നിന്നും പോയി. തിരികെ വന്ന അഭിയും സാറും കണ്ടത് കോളേജിൽ നിന്നും പോകുന്ന ആംബുലൻസ് ആയിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന മനുവിനോടും വൈശാഖിനോടും കാര്യമെന്താണെന്ന് പ്രദീപ് സാർ തിരക്കി. എന്താ മക്കളെ, എന്താ ഇവിടെ ഉണ്ടായത്? ആരാ അതിൽ? എന്താടാ കാര്യം? എന്താന്ന് വെച്ചാൽ പറ. അഭിയും കാര്യം എന്താണെന്നറിയാൻ അവരെ നോക്കി നിന്നു. സാർ, അവിടെ അവന്തികയോ? അവൾക്കെന്തു പറ്റി? അഭിയുടെ നെഞ്ചെടുപ്പ് കൂടിയിരുന്നു. അവരുടെ നിശബ്ദത അവനെ പ്രകോപിപ്പിച്ചു. ഡാ, നീ പറയുന്നുണ്ടോ? അഭിയുടെ ശബ്ദം ഉയർന്നു വന്നു. ഡാ, ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് അവന്തികയെ പിടിച്ചു നിൽക്കുന്ന അയാളെയാ. ആര്? അവന്തികയെ പിടിച്ചു നിൽക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ മനു വിശദമായി അഭിക്ക് പറഞ്ഞു കൊടുത്തു. എന്തായിരിക്കും അഭി അവിടെ നടന്നിട്ടുണ്ടാവുക? ആരാണ് അയാൾ? അയാളും അവളും തമ്മിൽ എന്തായിരിക്കും പ്രശ്നം? പ്രദീപ് സാർ ആശങ്കയോടെ അഭിയോട് ചോദിച്ചു. രേഷ്മ. അഭിയുടെ മനസ്സിൽ രേഷ്മയുടെ മുഖം തെളിഞ്ഞു. അവന്തികയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളാണെന്ന് അഭിക്കറിയാമായിരുന്നു. അവൾ ഉറപ്പായും രേഷ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവന് മനസ്സിലായി. രേഷ്മ എവിടെ? അവളും പോയോ അവന്തികയുടെ കൂടെ? അഭി സംശയത്തോടെ അവരോട് ചോദിച്ചു. ഇല്ലടാ, അവളും അവളുടെ ക്ലാസ്സിലെ നിതിനുമാണ് കൂടെ പോയത്. രേഷ്മ പോയിട്ടില്ല. രേഷ്മയാണ് നിതിനെ അവളുടെ കൂടെ പറഞ്ഞയച്ചത്. വിനുവിനെ അവർക്ക് രണ്ടുപേർക്കും താങ്ങിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രേഷ്മയാണ് അവന്തികയ്ക്കൊരു സഹായത്തിനു വേണ്ടി നിതിനെ പറഞ്ഞയച്ചത്. അഭിയും കൂട്ടുകാരും ഒപ്പം പ്രദീപ് സാറും രേഷ്മയെ ലക്ഷ്യമാക്കി അവളുടെ ക്ലാസ്സിലേക്ക് നടന്നു. വളരെ സങ്കടത്തോടെ രണ്ട് കൈകളും നെറ്റിയിൽ താങ്ങി കുനിഞ്ഞിരിക്കുകയായിരുന്നു രേഷ്മ. രേഷ്മ. ക്ലാസ്സിൽ കയറിയ അഭി അവളെ വിളിച്ചു. ഒരു ഞെട്ടലോടെ അവൾ തലയുയർത്തി നോക്കി. രേഷ്മ, എന്താ ഇവിടെ നടന്നത്? അഭി ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ നടന്നതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു.
അഭിക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റാതെയായി. അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കി. എന്ത് പ്രൊജക്റ്റായിരുന്നു അത്? പ്രദീപ് സാർ ചോദിച്ചു. അതറിയില്ല. വിനുവേട്ടന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ അവൾ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ആ പ്രൊജക്റ്റ് സക്സസ് ആയെന്നും വിനുവേട്ടൻ അതുകൊണ്ട് പ്രൊമോഷൻ വരെ കിട്ടിയെന്നും എന്നോട് ഇന്ന് രാവിലെയാണ് അവൾ പറഞ്ഞത്. അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. സാർ, അവന്തിക ഇപ്പോൾ ഒരു വലിയ അപകടത്തിലാണ്. എങ്ങനെ അവളെ രക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ദാ, എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? മനു അഭിയുടെ തോളിൽ പിടിച്ചു. അറിയില്ല. എന്ത് തന്നെ ആയാലും അവളെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവൻ്റെ സ്വരത്തിൽ പകയുടെ ധ്വനിയുണ്ടായിരുന്നു. അഭി, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അവളുടെ മാത്രമല്ല, അവളുടെ കുടുംബമടക്കം ഇപ്പോൾ അപകടത്തില്ല. കേട്ടത് വെച്ച് നോക്കുമ്പോൾ അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. പ്രദീപ് സാർ അഭിയുടെ ദേഷ്യത്തെ പിടിച്ചു നിർത്തി. അവനും അതാലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നിയിരുന്നു. എടുത്തുചാട്ടം അവളുടെ ജീവന് വരെ ആപത്താണ് എന്ന് മനസ്സിലാക്കിയ അഭി അവൻ്റെ കോപത്തെ അമർത്തിപ്പിടിച്ചു. ആ, അഭിയേട്ടാ, നാളെ അയാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ മറുപടിക്കായി രേഷ്മ അഭിയെ ഓർമ്മിപ്പിച്ചു. വരട്ടെ. അവൻ എന്തൊക്കെയോ ആലോചിച്ചു നിന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അവൻ പറയാൻ തുടങ്ങി. സാർ, നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? കോളേജിൽ കയറി ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ചല്ലേ അവൻ ഇതൊക്കെ കാണിച്ചേ. അതാകുമ്പോൾ അവൾക്ക് പ്രശ്നം വരില്ലല്ലോ. ശരിയാണ് അഭി. പക്ഷേ അയാൾക്ക് നല്ല പിടിപാടുള്ളതല്ലേ. ഇതൊക്കെ നിസ്സാരമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ അയാൾക്ക്. എന്നാലും സാർ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞങ്ങളും വരാം പ്രിൻസിപ്പലിൻ്റെ അടുത്ത്. മനുവും വൈശാഖും ചേർന്ന് സാറിനോട് പറഞ്ഞു. ശരി, വാ, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അവർ കംപ്ലൈൻറ്റ് കൊടുക്കാനായി പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോയി.